Hi friends, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ്. ഓക്കെ, സോ എന്താണ് മൊമെൻറ്റ്? ഓക്കെ, മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് എന്ന് വെച്ചാൽ ഫോഴ്സ് സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ഫോഴ്സ് കാരണം ആ ഒരു ഒബ്ജക്റ്റിന്, ഫോഴ്സ് ഏത് ഒബ്ജക്റ്റിലാണോ ആക്ട് ചെയ്യുന്നത് ആ ഒരു ഒബ്ജക്റ്റിന് റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ഓക്കെ, ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്തെ, ഏതെങ്കിലും ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ നേരത്ത് ആ ബോഡിക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ഈ ടെൻഡൻസിയാണ് ഓക്കെ, സോ ഫോഴ്സിൻ്റെ ഇങ്ങനെ റൊട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ആ ടെൻഡൻസിയാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്താണ്? ദ ടെൻഡൻസി ഓഫ് എ ഫോഴ്സ് ടു പ്രൊഡ്യൂസ് റൊട്ടേഷൻ ഓഫ് എ ബോഡി എബൌട്ട് എൻ ആക്സിസ് ഓർ എ പോയിൻറ്റ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആക്സിസിനോ എബൌട്ടായിട്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് മൊമെൻറ്റ്. അഗെയിൻ നെക്സ്റ്റ് ടേംസ് ആണ്. സോ ഇതിന് നമ്മൾ കുറച്ച് ടേംസും കൂടെ പഠിക്കാനുണ്ട് മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഫസ്റ്റ് വൺ ആണ് ആം ഓഫ് ഫോഴ്സ്. ഓക്കെ, ആം ഓഫ് ഫോഴ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം മൊമെൻറ്റ് എം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു, അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ആ ഫോഴ്സും ആ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എം ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എന്ന് പറയും. ആ ഡി ആണ് ആ ഡിസ്റ്റൻസിനെയാണ്, ഓക്കെ, ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ആം ഓഫ് ഫോഴ്സ് ഓൾസോ കോൾ ദി മൊമെൻറ്റ് ആം. ഓക്കെ, ആം ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മൊമെൻറ്റ് ആം എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ദി മൊമെൻറ്റ് സെൻറ്റർ. ഇപ്പോൾ ലൈൻ ഓഫ് ആക്ഷനും അതുപോലെ മൊമെൻറ്റ് സെൻറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു ആക്സിസ് അല്ലെങ്കിൽ പോയിൻ്റ് എന്ന് പറഞ്ഞു. സോ ആ പോയിൻറ്റിനെയാണ് നമ്മൾ മൊമെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ പോയിൻറ്റും ഫോഴ്സും തമ്മിലുള്ള ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൊമെൻറ്റ് സെൻറ്റർ എന്താണ്? ആ പോയിൻറ്റ്. ഓക്കെ, സോ ദ പോയിൻറ്റ് അബൌട്ട് വിച്ച് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ഇസ് മെഷർഡ്, ദറ്റ് ഇസ് നോൺ ആസ് വാട്ട്? മൊമെൻറ്റ് സെൻറ്റർ. ആൻഡ് മൊമെൻറ്റ് ആക്സിസ് എന്ന് വെച്ചാൽ എന്താണ്? സോ ഒരു ആക്സിസിൻ്റെ അബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ആക്സിസ് ഇസ് നോൺ ആസ് വാട്ട്? മൊമെൻറ്റ് ആക്സിസ്. ഓക്കെ, സോ മൊമെൻറ്റ് ആക്സിസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? അത് ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ആൻഡ് ദാറ്റ് വിൽ ബി പാസിങ് ത്രൂ ദി, ആ പോയിൻറ്റിന് മൊമെൻറ്റ് സെൻറ്റർ അല്ലെങ്കിൽ ആ പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ, ഒരു ആക്സിസ് ആയിരിക്കും മൊമെൻറ്റ് ആക്സിസ്. ഓക്കെ, സോ ഈ ത്രീ ടേംസ് ക്ലിയർ അല്ലേ? സോ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ്, ആ റൊട്ടേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസിയാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മെഷേർഡ് എം ഇസ് ഈക്വൽ ടു വാട്ട്? എഫ് ഇൻ ടു ഡി. ഓക്കെ, ആ ഡി ആണ് ഡിസ്റ്റൻസിനെയാണ് ആം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആൻഡ് സോ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ആം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് മൊമെൻറ്റ് സെൻറ്റർ എന്ന് വെച്ചാൽ ആ എബൌട്ട്, ഏത് പോയിൻറ്റിന് എബൌട്ടായിട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ പോയിൻറ്റിനെയാണ് നമ്മൾ മൊമെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ആക്സിസ് ഓഫ് മൊമെൻറ്റ് എന്ന് വെച്ചാൽ ദറ്റ് ആക്സിസ്, ദറ്റ് പെർപെൻഡിക്കുലർ ആക്സിസ് വിച്ച് പാസസ് ത്രൂ മൊമെൻറ്റ് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് ആക്സിസ് ഓഫ് മൊമെൻറ്റ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണ്. സോ ഈ ഒരു മെമ്പറിൽ ഒരു ഫോഴ്സ്, ഓക്കെ, എഫ് എന്നൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. സോ ഈ ഫോഴ്സ് മേക്കിംഗ് ആംഗിൾ എന്ന് വെച്ചാൽ മേക്കിംഗ് ആംഗിൾ തീറ്റയാണ്. സോ ഈ ഒരു ലൈൻ, ഓക്കെ, ഇതെന്താണ്? ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്, ഓർ ഈ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയും. ഓക്കെ, സോ ഇത് തീറ്റയാണെങ്കിൽ ഇത് എന്താണ്? തീറ്റ തന്നെയായിരിക്കും. ഓക്കെ, ആൻഡ് സോ ഈ ഒരു പോയിൻറ്റിൽ, അപ്പോൾ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ എവിടെയാണ്? എയിൽ. ഓക്കെ, സോ എ ഈസ് ദി പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദി ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു പോയിൻറ്റിൽ നമ്മൾ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കാൻ നേരത്ത് ഈ ഒരു പോയിൻറ്റിന് എബൌട്ടായിട്ട് ഈ ഒരു മെമ്പർ എന്താകും? റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു മെമ്പർ റൊട്ടേറ്റ് ചെയ്യും. സോ അത് എബൌട്ട് വിച്ച് പോയിൻറ്റ്? ഈ ഒരു പോയിൻറ്റിനായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഈ പോയിൻറ്റിനെയാണ് നമ്മൾ മൊമെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇനി നെക്സ്റ്റ് ആം ഓഫ് ഫോഴ്സ്. ആം ഓഫ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഈ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ലൈൻ ഓഫ് ആക്ഷൻ. സോ ഈ ലൈൻ ഓഫ് ആക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് മൊമെൻറ്റ് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ് ആം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് നമ്മൾ ഫോഴ്സ്, അപ്പോൾ ഈ ഒരു ഫോഴ്സിനെ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സിനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. സോ ഈ കമ്പോണൻറ്റ് എന്താ? എഫ് കോസ് തീറ്റ. ഓക്കെ, ആൻഡ് ഈ കമ്പോണൻറ്റ് എഫ് സൈൻ തീറ്റ അല്ലേ? അപ്പോൾ നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ടാകുമ്പോൾ ഇങ്ങനെ ആണ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ്.
ഓക്കെ, ഇവിടെയോ ഈ ഒരു കമ്പോണൻറ്റിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഓക്കെ, ഇതായിരിക്കും അല്ലേ? ഈ ഒരു ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ കോസ് തീറ്റ, ഓക്കെ, കോസ് കമ്പോണൻറ്റിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. കാരണം ഈ കോസ് കമ്പോണൻറ്റ് ഈ ഓയിൽ കൂടെ തന്നെയാണ്, ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ ഈ മൊമെൻറ്റ് സെൻറ്ററിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. സോ അവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. ഓക്കെ, സോ നമുക്ക് രണ്ട് രീതിയിൽ മൊമെൻറ്റ് എഴുതാം. ഒന്നുകിൽ നമുക്ക് എഫിൻ്റെ ടേംസിൽ, നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സ് എഫിൻ്റെ ടേംസിൽ എഴുതാം. അതായത് എഫ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ആം ഓഫ് ഫോഴ്സ്. ഓക്കെ, അതായത് എന്താണ് ഒ. ഓക്കെ, ഈ പോയിൻറ്റ് ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ എഫ് ഇൻറ്റു ഒ ബി എന്ന് എഴുതാം. ഓക്കെ, സോ മൊമെൻറ്റ് എബൌട്ട് ഒ ഒന്നെങ്കിൽ എഫ് ഇൻറ്റു ഒ ബി എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്തെഴുതാം? മൊമെൻറ്റ് എബൌട്ട് ഒ എഫ് സൈൻ തീറ്റ ഇൻറ്റു ഒ എ. ഓക്കെ, ഈ പോയിൻറ്റ് എ അല്ലേ? സോ എഫ് സൈൻ തീറ്റ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ എഫ് സൈൻ തീറ്റ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്തോ ഒ എ. അപ്പം ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് മൊമെൻറ്റ് എഴുതാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഈ കോസ് തീറ്റ ടേംസ് എടുക്കാത്ത കാര്യം എന്താ? ബിക്കോസ് ഇതിൻ്റെ ഡിസ്റ്റൻസ് 0 ആകും. ഓക്കെ, സോ ഡിസ്റ്റൻസ് 0 ആകുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വാല്യൂ 0 ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ കോസ് ടേം നമ്മൾ എടുക്കാത്തത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഈ പോയിൻറ്റ് ബി ആണെങ്കിൽ മൊമെൻറ്റ് എബൌട്ട് ഒ എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ഫോഴ്സ് ഫ്രം ദി പോയിൻറ്റ്. ഓക്കെ, ഫോഴ്സിൽ നിന്ന്, അതായത് ഈ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൽ നിന്ന് ഈ ഒരു പോയിൻറ്റ് വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമ്മൾ ഈ ഡിസ്റ്റൻസ് അല്ല എടുക്കുന്നത്. ഈ ഇതാണ് ഫോഴ്സ് എങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ഇത്. സോ എഫ് ഇൻറ്റു ഒ ബി. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഓർ ഇതിന് നമ്മൾ കമ്പോണൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എഫ് സൈൻ തീറ്റ എന്ന് വരും അല്ലേ? എഫ് സൈൻ തീറ്റ എന്ന് വരും. സോ എഫ് സൈൻ തീറ്റ ഇൻറ്റു ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇത് ഒ എ. ഓക്കെ, സോ എഫ് സൈൻ തീറ്റ ഇൻറ്റു ഒ എ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? സോ ഇതിനെയാണ് ആം ഓഫ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആം ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അഗെയിൻ മൊമെൻറ്റ് ഓഫ് ഫോഴ്സിൻ്റെ എം ഇസ് ഈക്വൽ ടു വാട്ട്? എഫ് ഇൻറ്റു ഡി എന്നാണ് എഴുതുന്നത്. ഓക്കെ, അഗെയിൻ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ. സോ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആൻഡ് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, സോ മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ്, അപ്പം നമുക്കറിയാം ഫോഴ്സിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ, പോയിൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മൊമെൻറ്റിനും എന്തുണ്ട്? പോയിൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ മൊമെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അഗെയിൻ ഇനി നമ്മളുടെ ഈ ഫോഴ്സും അതുപോലെ തന്നെ മൊമെൻറ്റ് സെൻറ്ററിൻ്റെയും പൊസിഷൻ വെച്ചിട്ട് നമുക്ക് മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ അങ്ങനെ, അതായത് നമ്മൾ എങ്ങനെ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നാണ് എടുക്കുന്നത്. ഓക്കെ, സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി റിലേറ്റീവ് പൊസിഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് മൊമെൻറ്റ് സെൻറ്റർ ദ മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് വിൽ either ബി ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ആൻറ്റി അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതായത് ഇപ്പോൾ ഒരു നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു മെമ്പർ ഉണ്ട്. ആ മെമ്പറിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കാൻ നേരത്ത് ആ ഒരു മെമ്പർ ഓക്കെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സോ ആ മെമ്പർ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മൊമെൻറ്റ് എന്താണ്? അവിടെ പ്രൊഡ്യൂസ് ചെയ്ത മൊമെൻറ്റ് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. ആൻഡ് വെൻ ദി ഫോഴ്സ് ടെൻസ് ടു റൊട്ടേറ്റ് ദി ആം ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. അപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റിൻ്റെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, സോ ഇങ്ങനെയൊരു മെമ്പർ ഇതിൽ നമ്മൾ ഇങ്ങനെയൊരു ഡിസ്റ്റൻസ് ഡി ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. സോ ഫോഴ്സും ഈ പോയിൻറ്റ് എയും എബൌട്ടായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡി. ഓക്കെ, സോ ഇങ്ങനെയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഈ ഒരു മെമ്പർ എങ്ങോട്ട്? ഇങ്ങനെ റൊട്ടേറ്റ് ആകും അല്ലേ? ഇങ്ങനെ റൊട്ടേറ്റ് ആകും. സോ ഇങ്ങനെ റൊട്ടേറ്റ് ആകും. ഇപ്പോൾ ഈ റൊട്ടേഷൻ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് അല്ലേ? ഇങ്ങനെയല്ലേ റൊട്ടേറ്റ് ആകുന്നത്? ഓക്കെ, സോ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ആകുന്നതുകൊണ്ട് ക്ലോക്ക് വൈസ്. അഗെയിൻ നമ്മൾ ഒരു ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറ്റി കൊടുത്തു. സോ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ ഈ മെമ്പർ എങ്ങോട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് വിൽ ബി നെഗറ്റീവ്. Again, moment of a force, okay,
എപ്പോഴാണ് ഫോഴ്സിൻ്റെ വാല്യൂ മാക്സിമം, ഐ മീൻ മൊമെൻറ്റിൻ്റെ വാല്യൂ എപ്പോഴാണ് മാക്സിമം ആൻഡ് എപ്പോഴാണ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, മൊമെൻറ്റിൻ്റെ വാല്യൂ മാക്സിമം ആകണമെങ്കിൽ എന്താണ് ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ആയിരിക്കണം, മൊമെൻറ്റ് സെൻറ്ററിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, അതായത് ഇങ്ങനെ ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, സോ ഈ ബിയിൽ അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ആയിരിക്കും. ഓക്കെ, അതുപോലെ മൊമെൻറ്റ് 0 ആകുന്നത് എപ്പോഴാണ്, മൊമെൻറ്റ് സെൻറ്ററിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ. സപ്പോസ് നമുക്കിപ്പോൾ ഈ എയിലെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, പക്ഷേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എയിൽ തന്നെയാണെങ്കിൽ എന്ത് പറ്റും, ഈ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഉണ്ടോ ഇവിടെ, ഡിസ്റ്റൻസ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ മൊമെൻറ്റ് എത്ര വരും, മൊമെൻറ്റ് 0 ആയിരിക്കും. ഓക്കെ, സോ മൊമെൻറ്റ് നമുക്കറിയാം, മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പക്ഷേ ഇവിടെ എന്താ, ഫോഴ്സ് ഉണ്ട് പക്ഷേ ഡിസ്റ്റൻസ്, അപ്പോൾ ഈ പോയിൻറ്റ് എയ്ക്ക് അബൌട്ടായിട്ടാണ് നമ്മൾ മൊമെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എന്താ ഇവിടെ വരുന്നത്, 0 ആണ്. സോ ഡിസ്റ്റൻസ് 0 ആയതുകൊണ്ട് മൊമെൻറ്റും 0 വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി സെക്കൻഡ് കേസ് എന്ന് വെച്ചാൽ ലൈൻ ഓഫ് ആക്ഷൻ പാസസ് ത്രൂ മൊമെൻറ്റ് സെൻറ്റർ. ഓക്കെ, അതായത് ഇങ്ങനെ ലൈൻ ഓഫ് ആക്ഷൻ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഈ മൊമെൻറ്റ് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, സോ അത് ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും ആക്കാം. അതായത് ഇപ്പോൾ ഫോഴ്സ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിലും ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എയിൽ കൂടെ അല്ലേ പാസ് ചെയ്യുന്നത്, ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, സോ ഇതിലെല്ലാം ഈ എല്ലാ കേസിലും മൊമെൻറ്റ് സെൻറ്ററിൽ കൂടെയാണ് ലൈൻ ഓഫ് ആക്ഷൻ പാസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, അവിടെ മൊമെൻറ്റ് 0 ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ്. സോ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് പ്ലീസ് റെഫർ NPTEL lectures. ഓക്കെ, ആൻഡ് ന്യൂമറിക്കൽ പ്രോബ്ലംസിന് നിങ്ങൾ ഈ ടെക്സ്റ്റും റെഫർ ചെയ്യുക. സോ താങ്ക് യു ഓൾ ഫോർ ലിസ്ണിംഗ്.